ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുക. നിൻ്റെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം ഈശോ കടന്നു വരട്ടെ എന്ന്, നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയും നിക്കോദെമോസും കൂടെ കണ്ടുമുട്ടുന്ന അവസരത്തിൽ ഈശോ നിക്കോദെമോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ തിരുവചനം: മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. ജലത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറഞ്ഞ ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ നീ ആത്മാവിൽ നിന്ന് ജനിക്കണമെന്ന് തറപ്പിച്ച ക്രിസ്തു പറയുക, നീ മാംസത്തിൻ്റെതല്ല, നീ ആത്മാവിന്, നീ പരിശുദ്ധാത്മാവിന്, നീ ദൈവത്തിൻ്റെതാ. എങ്ങനെ നിനക്കത് അനുഭവിക്കാൻ സാധിക്കുക? ദൈവിക പ്രേരണയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനെ ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് നീ നിൻ്റെ ജീവിതത്തെ, നിൻ്റെ സാഹചര്യം ഒരുക്കി കൊടുക്കുമ്പോൾ നീ ആത്മാവിൽ ജനിക്കുക. ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കും, ആത്മാവിൽ നിറഞ്ഞ് നീ ജീവിക്കും. വിട്ടുകൊടുത്താലേ പറ്റുകയുള്ളൂ. നിൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തുവാനായിട്ട്, വിട്ടുകൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചുന്ന കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുവാനായിട്ട്, ആത്മാവിൽ ജീവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെട്ട് സകലവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തിയെ നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.